പഴപ്രഥമൻ പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആ ഒരു പഴമയുടെ അല്ലെങ്കിൽ ആ ഒരു പണ്ടത്തെ പഴപ്രഥമൻ്റെ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആ പഴം അങ്ങ് വരട്ടി അങ്ങ് എടുക്കണം. ആ വരട്ടിയെടുത്ത പഴത്തിൽ പഴപ്രഥമൻ വെക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പഴം വരട്ടിയതാണ്. അതിനായി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ഏത്തപ്പഴമാണ്, നല്ലൊരു നേന്ത്രപ്പഴമാണ്. ഇത് അത്യാവശ്യം സൈസുള്ള വലിയ പഴം തന്നെയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പഴം കേട്ടോ. അതുകൊണ്ട് കെമിക്കൽസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചങ്ങോട്ട് എടുത്ത് വെച്ചാൽ എത്ര കാലം വേണമെങ്കിൽ നമുക്ക് കേടുവരില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പഴം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15ഓളം പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ സൈസുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 15ഓളം പഴം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പഴം നമ്മൾ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങ് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, തോലൊക്കെ അങ്ങനെ വിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു പാകം വരെ നമ്മൾ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനകത്തുള്ള നാരും അതുപോലെ തന്നെ പഴത്തിനകത്തുള്ള സീഡൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ കുരുവൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കളഞ്ഞ് ഇതൊന്ന് അരച്ചെടുക്കണം. അതാണ് അതിൻ്റെ പാകം. നമ്മളിത് വരട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ട് നാരും അതുപോലെ തന്നെ ഈ കുരു ഒന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ നാരും അതിനകത്തുള്ള കുരുവൊക്കെ കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമ്മളത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് വേണ്ടതാണ് ശർക്കര ഞാനിവിടെ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുള്ളതാണ്, അതിൽ കല്ലൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ വേണ്ടതാണ് നെയ്യ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ പഴം നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു ഉരുളിയാണ്. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ഉരുളി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഇതൊന്ന് വരട്ടി കിട്ടാൻ നമുക്ക് ഇളക്കുന്നതിനൊക്കെ ഒരു പാകത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളി നന്നായിട്ട് ചൂടായി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. നെയ്യ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പഴം, അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പഴമാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യ് അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുക്കി പിടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീ കുറച്ചുകൂടെ കുറച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. നമ്മൾ ഈ ചക്ക വരട്ടുന്നതും അതുപോലെ തന്നെ പഴമൊക്കെ വരട്ടുമ്പോൾ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട്, കാരണം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കുമല്ലോ അതിൽ, അതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ തന്നെ നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തീ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പഴം നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് വേവിച്ച ശേഷമാണ് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ശർക്കരപ്പാനി ചേർക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം പഴം വേവിക്കാതെയാണ് നമ്മൾ ഡയറക്റ്റ് അരച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ നമ്മളത് വേവുന്നൊരു ടൈമുണ്ട്, അല്ലെങ്കിൽ പഴം വെന്ത് വരുന്നൊരു ടൈമുണ്ട്. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് ശേഷം പഴത്തിൻ്റെ ആ ഒരു വേവ് കറക്റ്റായ ശേഷം മാത്രമേ നമുക്ക് ശർക്കരപ്പാനി ചേർക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ വേവിച്ചത് കൊണ്ട് വേവിച്ചിട്ട് അരച്ചത് കൊണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം നമ്മൾ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന സമയത്ത് നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ശർക്കരപ്പാനി ചേർക്കുന്നത്. കാരണം ശർക്കരപ്പാനി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുക്കി പിടിക്കുന്നത് വളരെ കുറവായിരിക്കും. കാരണം വെള്ളത്തിൻ്റെ അംശം കുറച്ചുകൂടെ കൂടുതലാവുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ ശർക്കരപ്പാനി കൂടി ചേർത്ത് നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിറകെടുത്ത് മാറ്റി വയ്ക്കാം. അത് പ്രത്യേകം നമ്മൾ എടുത്ത് പറയുന്നതാണ്. കാരണം അടുക്കി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കും കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ അരച്ച് വെച്ചുള്ള പഴവും അതുപോലെ തന്നെ ശർക്കരപ്പാനിയും നെയ്യും ഇതെല്ലാം ഒരേ ലെവൽ ആവുന്ന വരെ നമ്മളതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. നമ്മുടെ ഹൽവയൊക്കെ ഉണ്ടാക്കുന്നൊരു ടെക്സ്ചർ ഉണ്ടല്ലോ, ഹൽവയുടെ ഒക്കെ ഒരു പാകം ഉണ്ടല്ലോ, അതുവരെയാണ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഹൽവയുടെ ഒക്കെ ഒരു പാകം ആയിക്കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം ഇതൊന്ന് കേടുകൂടാതിരിക്കും. നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്കത് കേടുകൂടാതിരിക്കും. അപ്പോൾ ഇത് ഇടയ്ക്ക് തിളയ്ക്കുന്നതുകൊണ്ട് നമുക്ക് തെറിക്കുന്നൊക്കെ ഉണ്ട്, നമ്മുടെ മേലോട്ടൊന്ന് അത് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ വെള്ളം വരട്ടി വരുന്നുണ്ട്. അമ്മയാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഞാനും പോയിട്ടൊന്ന് ഇളക്കി കൊടുക്കും. കാരണം ഇത് കൈവിടാതെ ഇളക്കുന്നതുകൊണ്ട് നമുക്ക് കൈയൊക്കെ കടയും. വയസ്സായ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അവർക്ക് കൈയൊക്കെ ഭയങ്കര കടയാനും കൈയൊക്കെ വേദനിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ പഴമൊക്കെ ഏകദേശം അതായി വരുന്നുണ്ട്.
പഴം ഇതുപോലെ തന്നെ വരട്ടിയെടുത്തിട്ട് അതിൽ പ്രഥമൻ വെക്കണം. അപ്പോഴാണ് ആ ഒരു പണ്ടത്തെ ആ ഒരു പഴപ്രഥമൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ചക്കയാണെങ്കിലും അതുപോലെ തന്നെയാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അരച്ചിട്ട് നമ്മൾ പ്രഥമൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ ദേ നമ്മുടെ പഴമൊക്കെ ഇവിടെ റെഡിയാണ്. നല്ലപോലെ ദേ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഹൽവയുടെ ഒരു പാകമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാകം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ദേ ഇപ്പോൾ നമുക്കിത് ചൂടാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ദേ ഇതാണ് അതിൻ്റെ ഒരു പാകം. നല്ലപോലെ ഒന്ന് വരട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് വർഷങ്ങളോളം നമുക്കിത് കേടുകൂടാതിരിക്കും. അപ്പോൾ ഈ രീതിയിൽ പഴം വരട്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പ്രഥമൻ ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയാണ്. ചൂടാറി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്ത് വെക്കാവുന്നതാണ് വർഷങ്ങളോളം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.